അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു ഫങ്ഷണൽ മൂവ്മെന്റ് ആണ്. സിംഗിൾ ലെഗ് ക്രോസ് ഓവർ കേബിൾ ചെസ്റ്റ് പ്രസ്. ഓക്കെ, ബോഡി മൊത്തം ബ്രേസ് ചെയ്തോളൂ. ഭയങ്കര ഒരു ഇൻസ്റ്റബിലിറ്റി ഫീൽ ചെയ്യും. റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യും. 90 ഡിഗ്രി. യെസ്, എൽബോ ഫ്ലെക്ഷൻ. 1 2, വല്ലാണ്ട് കൈ ബാക്കിലോട്ട് മൂവ് ചെയ്യേണ്ട, ഷോൾഡർ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ മതി. 3, എൽബോ ഫ്ലെക്ഷൻ 90. 4. ഈ ഒരു വീഡിയോയിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ വന്നൊരു കമന്റാണ്. ഇതിലൊരു കമന്റാണ് സയൻസ് ഇട്ട് പുഴുങ്ങുന്നവരൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങും എന്ന് പറയുന്നത്. സയൻസ് ഇട്ട് പുഴുങ്ങിയിരുന്നെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ലായിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, ഈ ഒരു സിംഗിൾ ലെഗിൽ നമ്മൾ കേബിൾ ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം? സോ ഇതുപോലുള്ള ഫിറ്റ്നസ് റിലേറ്റഡ് കോണ്ടന്റ്സിനെ എന്നെ ഫോളോ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ നോർമലി ഒരു കേബിൾ ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കേബിൾ നമ്മളെ ബോഡിയെ ബാക്കോട്ട് വലിക്കുന്നുണ്ട്. അതായത് ആ ഒരു പൊസിഷനിൽ നമ്മൾ ഹോൾഡ് ചെയ്യാൻ തന്നെ നമ്മളൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ ഒരു സ്ഥാനത്താണ് ഇവിടെ സിംഗിൾ ലെഗിൽ നിന്നിട്ട് ചെസ്റ്റ് പ്രസ് ചെയ്യുന്നത്. അതായത് നോർമലി നമ്മളൊരു ചെസ്റ്റ് പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എഫേർട്ടിനേക്കാളും എത്രയോ അധികമാണ് എഫേർട്ട് എടുക്കേണ്ടി വരുന്നത്. സോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചെസ്റ്റ് പ്രസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ചെസ്റ്റ് മസിൽസിന് വേണ്ടിയാണ്. സോ ഈ ചെസ്റ്റ് മസിൽസ് ഫെറ്റീഗ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ ബാലൻസ് ഫെയിലിയർ ആയിട്ടാണ് ആ സെറ്റ് ഡ്രോപ്പ് ചെയ്യുന്നത്. അതായത് മെക്കാനിക്കൽ ടെൻഷൻ വളരെ 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 കുറവാണ്. പിന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഫങ്ഷണൽ മൂവ്മെന്റ് ആണെന്ന്. ഈ ഒരു ഫങ്ഷണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് ഇപ്പോഴും അത് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിൽ എവിടെയാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ 1 ലെഗിൽ നിന്നിട്ട് ഒരു ഒബ്ജക്റ്റ് പുഷ് ചെയ്യുന്നത്? ഈവൻ നമ്മളിപ്പോൾ ഒരു കാർ ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നു. അപ്പോൾ കാർ ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് നമ്മൾ ഒറ്റക്കാലിൽ നിന്നിട്ടാണോ നമ്മൾ കാർ പുഷ് ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഫങ്ഷണാലിറ്റി എന്ന് പറയാൻ തന്നെ നമുക്ക് അത് പറ്റില്ല. അത് ഫങ്ഷണാലിറ്റി അല്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫാൻസി ആക്കാൻ വേണ്ടിയിട്ട് ഓരോ വർക്കൗട്ടൊക്കെ ചെയ്യിപ്പിച്ച് അതിന്റെ താഴെ ഫങ്ഷനാലിറ്റി എന്ന് നമ്മൾ ഒരു ഭയങ്കരമായിട്ട് ഷോ ഓഫ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതെന്തോ സംഭവമാണെന്ന് ആരും വിചാരിക്കേണ്ട. ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല.